നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ ചന്ദൻ നഗർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കനറ ബാങ്ക് കോളനി എന്നാണ് പറയുക. നമ്മുടെ പാലക്കാട് ചന്ദനഗർ ഭാഗത്താണ്. ഹൈവേന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല രീതിക്ക് ഇൻ്റർലാക്ക് ധാരാളം ഇട്ട രീതിക്കുള്ള ഒരു മുറ്റമാണ് ഉള്ളത്. ഒരു 4-5 വണ്ടിക്ക് നിർത്തുന്നത്ര സ്ഥല സൗകര്യം നന്നായിട്ട് ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം വന്നിട്ട് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള വീടാണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇത് ഉള്ളിക്കൂടിയും സ്റ്റെയർ കേസ് ഉണ്ട്, പുറത്തിക്കൂടിയും സ്റ്റെയർ കേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള സൗകര്യം ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിൻ്റെ അടുത്ത് ഒരു 5 തെങ്ങുണ്ട്, നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ്. അതേപോലെ ഈ ഒരു നല്ലൊരു മാവുണ്ട്. ഈ മാവ് നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഓരോ ചെറിയ ചെറിയ മാങ്ങകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പിലാണ് ഇവിടെ ക്ലീൻ ആക്കിയത്, ഉണ്ടെങ്കിലും ധാരാളം മാങ്ങകൾ ഉണ്ട്. അതേപോലെ ഈ മരം ഉള്ളത് കൊണ്ട് നല്ല രീതിക്കുള്ള തണൽ ഈ ഭാഗത്ത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 4-5 വണ്ടിക്ക് നിർത്തുന്നത്ര സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഒന്നും ഇവിടെ വീട്ടിൽ ആളില്ല, അതുകൊണ്ടാണ് കുറച്ച് വന്നിട്ട് അവിടെ ചെറിയ ചെറിയ കൊപ്പുകളൊക്കെ കാണുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത്രയ്ക്കും വലിയ നീളം കൂടിയ ഒരു ഹാളാണ്. നീളം വീതിയൊക്കെ ധാരാളമുണ്ട്. കമേഴ്ഷ്യൽ പർപ്പസായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു സൗകര്യം ഇവിടെ ഉള്ളതാണ്. ഇവിടെയാണ് TV പോയിന്റും കാര്യങ്ങളും വലുതും വരുന്നത്. ഈ ഫ്രണ്ടേജ് ഭാഗം വന്നിട്ട് പുതിയതായിട്ട് എടുത്തതാണ്. വീടിൻ്റെ പുറകു വശം വന്നിട്ട് ഇത്തിരി പഴക്കമുള്ളതാണ്. സോ കാണുമ്പോൾ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഈ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഉള്ളത്. ഇതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ഇവിടെയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ചെറിയൊരു പാർട്ടീഷൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ബാക്ക് സൈഡ് വരാനായിട്ട്. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. സോ നല്ല സ്പേസീസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഉള്ളത്. ഇവിടെ ഒന്ന് ചെറിയൊരു റൂമുണ്ട്. ഇതൊരു പ്രേയർ റൂമായിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് വെക്കാൻ പറ്റിയ രീതിക്കുള്ള റൂമായിട്ട് നമുക്ക് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ഈ ഡൈനിങ് റൂമിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഇവിടെ വന്നിട്ട് സെക്കൻഡ് ബെഡ്റൂം.
ഈ ബെഡ്റൂമിൽ അത്യാവശ്യം എല്ലാ ഭാഗത്തും കബോർഡ് ഒക്കെ വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഉള്ളത് ഈ ഭാഗത്താണ്. നമ്മുടെ ഈ ഡൈനിങ് റൂമിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു വാഷ് ബേഷനും കാര്യങ്ങളും വല്ലതും വെച്ചിട്ടുണ്ട്. ഓപ്പൺ വെല്ലും ഉണ്ട്, മലമ്പുഴ കണക്ഷനും ഉണ്ട്. അതേപോലെ വേണ്ടത്ര അവിടെ സെൽഫും കാര്യങ്ങളും എല്ലതും നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് ഈ വീട്. മൊത്തം 2800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യത്തിന് വലിയ വീട് തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വടക്ക് ഭാഗത്താണ്. വീട്ടിൽ മുകളിലും കൂടി ഒരു കിച്ചൺ ഉള്ളത് കൊണ്ട് ഈ കിച്ചൺ ഒന്നും അധികം ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ ഈ കിച്ചൻ്റെ ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ചെറിയൊരു സ്റ്റോർ റൂം കൂടി ഉള്ളതാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും എല്ലതും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഈ വർക്ക് ഏരിയൻ്റെ ഇവിടെ വന്നിട്ട് ഒരു ബാത്റൂം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ വന്നിട്ട് ഇരുമ്പിലത്തെ ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നാൽ നമുക്ക് വീടിൻ്റെ പുറത്ത് വരാൻ കഴിയും. ബാക്ക് സൈഡാണത്. ഇവിടെ കാണുന്നതാണ് ഹൈവേ. സോ നമ്മുടെ ഹൈവേൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് താഴെ സർവീസ് റോഡുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. കനറ ബാങ്ക് കോളനിയാണ് നമ്മൾ നിൽക്കുന്ന ഈ കോളനി. ഇവിടെ നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വെല്ലുണ്ട്. ഫുള്ളും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ മലമ്പുഴ കണക്ഷനും ഉണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരു വീടാണ് ഈ വീട്. ഈ പ്രോപ്പർട്ടിയിൽ 4 തെങ്ങുള്ളതാണ്. എല്ലാ തെങ്ങുകളും അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ ഡൈനിങ് റൂം ഭാഗത്താണ്. നമ്മുടെ വീട്ടിൽ വലിയ ഫാമിലി ഉള്ള ഒരു ഫാമിലി ആയിരുന്നെങ്കിൽ നമുക്ക് 4 ബെഡ്റൂം കൂടിയിട്ട് ഉപയോഗിച്ച് താമസിക്കാൻ പറ്റും. അഥവാ 2 ഫാമിലി താമസിക്കുകയെന്നുണ്ടെങ്കിൽ പുറത്തേക്കൂടെയും കൂടി സ്റ്റെയർ കേസ് ഉള്ളത് കൊണ്ട് ഈ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മറച്ചാൽ മതി. മേലെയും സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട്. അതുകൊണ്ട് മുകളിൽ ഒരു ഫാമിലി താമസിക്കാം, ഈ താഴെ ഭാഗത്ത് ഒരു ഫാമിലി താമസിക്കാൻ പറ്റും. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കേണ്ടി വരും. കുറച്ച് ദിവസമായിട്ട് ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഇവിടെ വന്ന് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ഡോർ കൊടുത്ത് ലാക്ക് ചെയ്യുകയാണെങ്കിൽ മേലത്തെ ഭാഗം വേറൊരു പോർഷനായിട്ട് വരും, താഴത്തെ ഭാഗം വേറൊരു പോർഷനായിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് ഈ വീട്. ഇപ്പോൾ ഇവിടെ വന്ന വഴിക്ക് ഇവിടെയും വലിയ രീതിയിലുള്ള ഒരു ഡൈനിങ് റൂം എന്ന് വേണം നമുക്ക് വന്നിട്ട് ഇത് പറയാനായിട്ട്. അതേപോലെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ബെഡ്റൂം ഉള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. നല്ല രീതിക്കുള്ള വീതി കൂടിയ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ഇവിടെയാണ്. ഇവിടെ ഒന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് വന്നിട്ട് തൽക്കാലം ലാക്കഡാണ്. പുറത്തേക്കൂടെ ഉള്ള സ്റ്റെപ്പിൽ കൂടെ വരുന്ന വഴിയാണ് ഈ വഴി. അതേപോലെ ഇവിടെ വന്ന വഴിക്ക് ഈ ഭാഗത്ത് വേറൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഇത് വീട്ടിൻ്റെ 4th ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലും ഇവിടെയും അത്യാവശ്യം ചെറിയ തോതിൽ കബോർഡൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിലൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥല സൗകര്യം ധാരാളമുണ്ട്. ഇവിടെ വന്നിട്ട് എൻ്റെ അറ്റാച്ച് ബാത്റൂം ഈ ഭാഗത്താണ്.
അതേപോലെ ഇവിടെ വന്നിട്ട് ഒരു സ്റ്റോർ റൂം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. വലിയൊരു കിച്ചണാണ്. ഇപ്പോൾ താഴ്ഭാഗത്ത് ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെയും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു കിച്ചൺ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ചെറിയൊരു ഓപ്പൺ ടെറസ് പോലെ ചെറിയൊരു ഭാഗമുണ്ട്. ഇതാണ് ഓപ്പൺ ടെറസ് ഭാഗം. ഈ കാണുന്ന ഇതാണ് നമ്മുടെ പാലക്കാട് ചന്ദനഗർ ഹൈവേ. അവിടെ വണ്ടിയൊക്കെ പോണത് കാണാൻ സാധിക്കും. മെയിൻ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. സോ ഏതൊരു സമയത്തും വരാനും പോകാനും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. പാലക്കാടിലെ ചന്ദൻ നഗറിൽ കനറ ബാങ്ക് കോളനിയാണ് നമ്മളുള്ള ഈ സ്ഥലം. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ഇരുമ്പിൾ ചെയ്ത ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട്. ഈ വഴി കൂടെ മുകളിൽ പോയിട്ട് ഈ മേലത്തെ പോർഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഈ ഭാഗത്ത് നല്ലൊരു വാഴയൊക്കെ ഉണ്ട്. ഇവിടെ ആളില്ലാത്തത് കൊണ്ട് ഈ വാഴയൊക്കെ വന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇത്രയ്ക്കും നല്ല രീതിക്കുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള കണ്ണാടിയിൽ ഫ്രെയിമൊക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽസും കാര്യങ്ങളും എല്ലതും വെച്ചിട്ടുണ്ട്. ഈ വഴി കൂടിയാണ് നമുക്ക് മുകളിലത്തെ പോർഷനിലേക്ക് വരേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഡോറും സ്ഥിതി ചെയ്യുന്നത്. സോ താഴെ ഒരു ഫാമിലി താമസിക്കാം, മുകളിൽ ഒരു ഫാമിലി താമസിക്കാം. ഒരുമിച്ച് വലിയ ഫാമിലിയായി 4 ബെഡ്റൂമായിട്ട് ഒറ്റൊരു ഫാമിലിയായിട്ടും താമസിക്കാൻ പറ്റിയ നല്ലൊരു കോളനിയാണ് ഈ കോളനി. ഹൈവേൻ്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കോളനിയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാട്ടിലെ കനറ ബാങ്ക് കോളനിയിലാണ് ഉള്ളത്. ഇതിൽ മൊത്തം വന്നിട്ട് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം, ഹാള്, കിച്ചണായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ പരിചയപ്പെട്ട ഈ വീട്. ഇത് ചന്ദനഗർ ഭാഗത്ത് വളരെ അടുത്താണ്. നമ്മുടെ ഭാരത് മാതാ സ്കൂള് ഇവിടെ നിന്ന് ആകെപ്പാട് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ റോഡ് ടച്ച് ആകാണോ, തൃശ്ശൂർ റോഡ് ടച്ച് ആകാണോ, വളരെ അടുത്തായിട്ട് ഹൈവേൻ്റെ തൊട്ടടുത്തായിട്ട് ഉള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് ഒരുമിച്ച് വലിയ ഫാമിലിയായിട്ട് ഒരേ ഫാമിലി താമസിക്കുകയാണെങ്കിൽ താമസിക്കാം, 2 ഫാമിലിയായിട്ട് താമസിക്കാം. അത്യാവശ്യം കമേഴ്ഷ്യൽ പർപ്പസും കൂടിയിട്ട് യൂസ് ആകുന്ന രീതിക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 1.25 CR ആണ്. 1,25,00,000 രൂപ. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയൊരു വ്യത്യാസം കൂടി വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അതേസമയത്ത് ബാങ്ക് ലോൺ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ബാങ്ക് ലോണും റെഡിയാക്കി തരുന്നതാണ്, ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആക്കി തരുന്നതാണ്. കൂടാതെ പ്രോപ്പർട്ടി എടുത്ത ശേഷം കൂടിയിട്ട് മേടിച്ച ആളുടെ പേരിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേപ്പേഴ്സ് ഉള്ളതും ക്ലിയർ ആയിട്ട് മാറ്റി തരുന്നതും കൂടി നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്നെ വിളിക്കുക. നന്ദി, നമസ്കാരം.